Good afternoon, sir. Yes, good afternoon, Anishji. Good afternoon, sir. Yes, New Suresh. Good afternoon. ആരംഭിച്ചാലോ? Prayer പറഞ്ഞോട്ടെ, sir. Yes, prayer. Dear God, as we gather here today, we seek guidance, wisdom, and strength. May our pursuit of knowledge and understanding be illuminated by your presence. Grant us the courage to face challenges, the resilience to overcome obstacles, and the compassion to support one another. May our time in college be a journey of growth, discovery, and transformation. Amen. Yes, very good, very good, very good. Okay, will you? Ini Good afternoon. Yes, good afternoon. Good afternoon to everyone. Today I am very happy to speaking signing today. Let us begin class by praying in the name of God that today's class will be filled with joy and a stepping stone to our success in the future. I would like to extend a warm welcome to our respected Job sir and our beloved students who have joined us here. Let us welcome our great Job sir. Thank you. Great job, sir. Oh, very good. Yes, okay. Thought of the day. Okay. Everything is easy when you are busy, but nothing is easy when you are lazy. By Swami Vivekananda. Very good, very good, very good. Yes, very good. Correct. Yes. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 7 കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ അടുത്ത ഒരു യൂണിറ്റിലേക്ക് പോവുകയാണ്. യൂണിറ്റ് നമ്പർ 14 കേട്ടോ. യൂണിറ്റ് നമ്പർ 14 അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് യൂണിറ്റ് നമ്പർ 14 ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമുക്കൊരു ഇതിൽ നിന്ന് ചോദ്യം വരുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ജസ്റ്റ് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. യെസ്. സോ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന വേർഡ്. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ അറിയാതെ ഇത് ഉപയോഗിച്ച് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അറിയാതെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് അവിടുത്തെ ഗൃഹനാഥൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. എങ്കിലും നമ്മൾ ചോദിക്കും ചായ കുടിക്കേണ്ടല്ലേ, അല്ലേ? അത് നമ്മൾ ചോദിക്കും. അപ്പൊ ചായ കുടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അല്ലേ എന്ന് ചോദിക്കുന്നില്ലേ? ഈ സംഗതിയാണ് ക്വസ്റ്റ്യൻ ടാഗ്. അങ്ങനെ വരുന്ന സംഗതിയാണ് ക്വസ്റ്റ്യൻ ടാഗ്. അല്ലേ, ആണല്ലേ, ഇതൊക്കെയാണല്ലേ, അല്ലേ എന്ന് ചോദിക്കുന്ന സംഗതിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇംഗ്ലീഷിലുള്ള വാചകങ്ങളെ രണ്ടായിട്ട് വിഭജിക്കാം. ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ക്വസ്റ്റ്യൻ ടാഗിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേന് നമുക്ക് പോസിറ്റീവ് ടൈപ്പ് വാചകങ്ങൾ എന്ന് പറയാം. രണ്ടാമത്തേന് നമുക്ക് നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങൾ എന്ന് പറയാം.
വൺ ഈസ് പോസിറ്റീവ് ടൈപ്പ്, അടുത്തത് നെഗറ്റീവ് ടൈപ്പ്. രണ്ട് ടൈപ്പ് വാചകങ്ങളുണ്ട്, പോസിറ്റീവ് ടൈപ്പ് ഉണ്ട്, നെഗറ്റീവ് ടൈപ്പ്. യെസ്, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയാം. യെസ്, ഇനി അടുത്തൊരു കാര്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വാചകത്തില് നോട്ട്, നെവർ ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണത്? അത് നെഗറ്റീവ് വാചകമാണ്. ഇല്ല, ഇല്ല, പോയിട്ടില്ല, വന്നിട്ടില്ല, എടുത്തിട്ടില്ല, നടന്നിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ സംഗതിയൊക്കെ നെഗറ്റീവ് വാചകങ്ങളാണ്. അല്ലാതുള്ളതൊക്കെ പോസിറ്റീവ് വാചകങ്ങളാണ്. ഞാനിത് പറയാൻ കാരണം നെഗറ്റീവ് വാചകങ്ങളുടെ ടാഗ് പോസിറ്റീവും പോസിറ്റീവ് വാചകങ്ങളുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് സെന്റൻസുകളെ നമുക്ക് നെഗറ്റീവ് സെന്റൻസുകളെന്നും പോസിറ്റീവ് സെന്റൻസുകളെന്നും വിഭജിക്കാം. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചില വാക്കുകൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ലക്ഷ്മി വിയ. യെസ്, ഒരു വാചകം പറയുന്നു. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്, FEW, ഫ്യൂ ഫ്രണ്ട്സ്. ലക്ഷ്മിയോട് ചോദിക്കുന്നു, ഈ വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്, FEW, ഫ്യൂ ഫ്രണ്ട്സ്. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളാണ്. മനസ്സിലായില്ല സർ. നെഗറ്റീവ് കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആണോ? യെസ്, ഞാനിപ്പോ വേറെ അളക. അതെ, നെഗറ്റീവിൽ നിന്നു അവിടെ കേട്ടോ. അളക എന്ത് പറയണു? ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വാചകം? സാർ, ഈ ഫ്യൂ വന്നതുകൊണ്ട് നെഗറ്റീവ് ആണോ സാർ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് തോന്നുന്നു. യെസ്. ഇനി ഞാൻ ഈ ചോദ്യം രണ്ടുപേരോട് ചോദിച്ചിട്ട് ഞാൻ വിടേണ്. ഓപ്പൺ സ്റ്റൈലിൽ വിടേണ്. ആർക്കും പറയാം. യെസ്, നമ്മൾ ഇത് നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു പക്ഷെ പറയും ഇത് പോസിറ്റീവ് വാചകമാണെന്ന് പറയും. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നോട്ടില്ല, നെവർ ഇല്ല, അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. അപ്പം പോസിറ്റീവ് ആണ് എന്ന് നമ്മൾ പറയും. പക്ഷെ ഇത് നെഗറ്റീവ് വാചകമാണ്. കാരണം ഈ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവ് വേർഡിലെ വരുള്ളൂ. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ്, ഏതാണ്ട് ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളതിന് എങ്ങനെ പറയണം? ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്, അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ്. അപ്പൊ പോസിറ്റീവായി. നേരെ മറിച്ച് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് there is little milk in the cup എന്ന് പറഞ്ഞു. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും കുറച്ച് വെള്ളം എന്ന് വിചാരിക്കും, കുറച്ച് മിൽക്ക് വിചാരിക്കും. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. കുറച്ച് പാൽ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എ ലിറ്റിൽ മിൽക്ക് എന്ന് പറയണം. അപ്പൊ കുറച്ച് എന്നുള്ള അർത്ഥത്തില് ഫ്യൂ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാറുണ്ട്, ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാറുണ്ട്. എണ്ണാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ ഫ്യൂ എന്നും, എണ്ണാൻ പറ്റാത്തതാണെങ്കിൽ ലിറ്റിൽ എന്നും പറയും. ലിറ്റിൽ വാട്ടർ, ലിറ്റിൽ മിൽക്ക്, അങ്ങനെ പറയാം. ഫ്യൂ ഫ്രണ്ട്സ്, ഫ്യൂ ബുക്സ്, അങ്ങനെ പറയാം. എണ്ണാൻ പറ്റുന്നതിനൊക്കെ നമുക്ക് ഫ്യൂ, എണ്ണാൻ പറ്റാത്തതിനൊക്കെ നമുക്ക് ലിറ്റിലും വെച്ചിട്ട് പറയാം. ഓക്കെ, ഇവിടെ കിട്ടിയാലോ? യെസ്. ഇതുകൂടാതെ വേറെ 2-3 വാക്കുകളൊക്കെ ഉണ്ട്, അതുകൂടി ഓർത്തിരിക്കാം. സെൽഡം. സെൽഡം എന്ന് അതിരിക്കുന്ന വാചകത്തിൽ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. സെൽഡം. യെസ്. സ്കേഴ്സ്ലി, ഈ വേർഡ് ഉണ്ടെങ്കിലും ആ സെന്റൻസ് നെഗറ്റീവാണ്. ഇതൊക്കെ നെഗറ്റീവ് വേർഡുകളാണ്. സെൽഡം, സ്കേഴ്സ്ലി, ഹാർഡ്ലി, ഇതും നെഗറ്റീവാണ്. യെസ്. ഓക്കെ, അപ്പോ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി സെന്റൻസുകളെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു. പോസിറ്റീവ് ടൈപ്പ് ആൻഡ് നെഗറ്റീവ് ടൈപ്പ്. ഓക്കെ, അത് പിടികിട്ടിയാലോ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്കറിയാം ഇംഗ്ലീഷിൽ ധാരാളം ഹെൽപ്പിംഗ് വെർബുകളുണ്ട്. ഹെൽപ്പിംഗ് വെർബ് ഏതൊക്കെയാണ്?
ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷുഡ്, കുഡ്, വുഡ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോകും. യെസ്. അപ്പൊ അത്രയുമുള്ള ഹെൽപ്പിംഗ് വെർബുകളുണ്ട്. ഇപ്പൊ ഗിവൺ സെന്റൻസിൽ ഈ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹെൽപ്പിംഗ് വെർബിനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗിനെ ചെയ്യാമെന്നുള്ളതാണ്. യെസ്. ഞാനൊരു വാചകം പറയാം, എഴുതിക്കോ. He is a student, comma, dash, question mark. Yes. അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇതിൻ്റെ അകത്ത് ചോദ്യമൊന്നും വേണ്ട. ഒരു സെന്റൻസ് തരികയും ആ സെന്റൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇടുകയും പിന്നെ ഒരു ഡാഷ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് നമ്മൾ വേറെ അല്ലെങ്കിൽ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ചോദ്യമേ ചിന്തിക്കേണ്ട. ഒരു സെന്റൻസ് ഇടുന്നു, ഒരു കോമ ഇടുന്നു, ഡാഷ് ഇടുന്നു, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ആണ്, അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ ആണ് അത് ചെയ്യുന്നത്. യെസ്. അപ്പോ ഇവിടെ നമ്മളോട് എഴുതിയിരിക്കുന്ന വാചകം ഹി ഈസ് എ സ്റ്റുഡന്റ് എന്നുള്ളതാണ്. അവനൊരു വിദ്യാർത്ഥിയാണ്. പിന്നെ ഒരു അല്ലേ കൂടി ചേർക്കണം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ്? ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് അങ്ങനെയുള്ള എല്ലാ ഹെൽപ്പിംഗ് വെർബിൽ വരുന്നതാണ്. യെസ്. അതിൽപ്പെട്ട ഏതെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു ഈസ് കിടപ്പുണ്ട്. യെസ്. അപ്പൊ ആ ഈസിന് നമ്മളൊന്ന് പുറത്തേക്ക് എടുത്തു, ഈസ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയാണ് ഈ തന്നിരിക്കുന്ന വാചകം ഹി ഈസ് എ സ്റ്റുഡന്റ് എന്നുള്ളത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് നോക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രശ്നക്കാരനായ വാക്കുകളൊന്നും തന്നെ ഇല്ല. ഇത് പോസിറ്റീവ് ആണ്, അവനൊരു വിദ്യാർത്ഥി ആകുന്നു എന്നല്ല പറഞ്ഞേക്കണേ. അപ്പൊ പോസിറ്റീവ് ആണ്. അങ്ങനെ വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ എടുത്ത ആ ഓക്സിലറി വെർബിലെ ഈസ് അതിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർക്കാം. അപ്പൊ ഈസ് പ്ലസ് നോട്ട് എന്നുള്ളത് നമുക്ക് ചുരുക്കി ഈസിൻഡ് എന്നെഴുതാം. ISNT ഈസിൻഡ് എന്നെഴുതാം. ഈസിൻഡ്. പിന്നെ നമ്മുടെ സബ്ജക്ട് എന്താണ്? ഹി. ഈസിൻഡ് ഹി. അതാണ് ആൻസർ. അത്രയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസറായി? ഈസിൻഡ് ഹി. ഓക്കെ. നേരെ മറിച്ച് ഈ സെന്റൻസ് വേറൊരു മോഡലാണെന്ന് വിചാരിക്കും. യെസ്. എങ്ങനെ എഴുതി ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഹി ഈസ് എ സ്റ്റുഡന്റ് എന്നാണ്. ഹി ഈസ് നോട്ട് എ സ്റ്റുഡന്റ് എന്നാണ് വിചാരിക്കും. നോട്ട് എ സ്റ്റുഡന്റ്, കോമ, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്കാണ്. അവനൊരു വിദ്യാർത്ഥിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിചാരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാഗ് നമ്മൾ എഴുതുമ്പോൾ തന്നിരിക്കുന്ന വാചകം നോക്കി അതിൻ്റെ അകത്ത് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഈസ്. നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇനി തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അപ്പൊ നോക്കിയപ്പോൾ മനസ്സിലായത് നെഗറ്റീവ് ആണ്, കാരണം അതിനകത്ത് നോട്ട് ഉണ്ട് അല്ലേ. അപ്പൊ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഈസിനെ കൂടി വേറെ നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം തന്നിരിക്കുന്ന വാചകൻ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എന്ത് എഴുതിയാൽ മതി? ഈസ് ഹി എന്ന് എഴുതിയാൽ മതി. ഈസ് ഹി. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ അല്ലേ? റിയാക്ട് ചെയ്യാതെ. ഓക്കെ. രാജലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, മിന്നു പറഞ്ഞിട്ടുണ്ട്. വെരി വെരി സിമ്പിൾ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഞാൻ പറയാം, ഈസിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോ ഈസിൻഡ്. യെസ്. ഇനി ആറിന്റെ കൂടെ ആറിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോ ആറിൻഡ്. വാസിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോ വാസിൻഡ്. വേറിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോ വേറിൻഡ്.
ഹാസിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഹാസിൻഡ്, ഹാവിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഹാവിൻഡ്, ഹാഡിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഹാഡിൻഡ്, ഡൂവിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഡോണ്ട്. യെസ്, നമുക്ക് പിന്നീട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. യെസ്, അവിടെ നമുക്ക് നിൽക്കട്ടെ. അപ്പോ തന്നിരിക്കുന്ന വാചകം നോക്കുക, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക, ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുക്കുക, നോട്ട് വേണമെങ്കിൽ ചേർക്കുക, വേണമെങ്കിൽ ചേർക്കുക. യെസ്, സുബിത, ഞാൻ വേറൊരു വാചകം കൂടെ പറയണം. ഐ ആം നോട്ട് എ ഗുഡ് ബോയ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ഇവിടുത്തെ വാചകം കേട്ടോ. ഐ ആം നോട്ട് എ ഗുഡ് ബോയ്, അത് കഴിഞ്ഞ് കോമയുടെ ഡാഷിന്റെ ക്വസ്റ്റ്യൻ മാർക്ക്. പറയൂ സുബിത, എന്ത് വരും ഇവിടുത്തെ ആൻസർ? I am not a good boy. ഞാനിപ്പോ ഈ പറഞ്ഞ നീ മുമ്പ് ചിന്തിച്ച് കഴിയുമ്പോൾ ഇത് വരും. ഒരു മിനിറ്റ് സാർ ഒന്ന് നോക്കിയോട്ടെ. ഓക്കെ, നോ പ്രോബ്ലം, നോ. ഐ ആം നോട്ട് എ ഗുഡ് ബോയ്, ഞാനൊരു നല്ല വിദ്യാർത്ഥിയല്ല, അല്ല ആൺകുട്ടിയല്ല. അയാൾ വരുമ്പോ കിട്ടിയത് മറന്നുപോയി. കിട്ടിയതാണ് മറന്നുപോയത്. അല്ല, മുന്നേ കിട്ടിയായിരുന്നു. ആം വരുമ്പോ ആറിന്റെ എന്തുകൊണ്ടാണ് ആറിന്റെ ചേർത്ത്? ഈ തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണ്? അത് നെഗറ്റീവ്. അപ്പൊ പിന്നെ എന്തിനാണ് നോട്ട് ചേർക്കണേ? നോട്ട് ചേർത്തിട്ടില്ല. ആർ ഐ. യെസ്. അപ്പോ ഇതിന്റെ അകത്ത് ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ട് അല്ലേ സുബിത? അത് ആമല്ലേ ഹെൽപ്പിംഗ് വെർബ്? പിന്നെ എവിടെ നിന്ന് കിട്ടിയ ആറ്? ആരെങ്ങനെ കിട്ടി? ഇതിനകത്ത് ആറില്ലല്ലോ. യെസ്. അപ്പൊ അവിടെ സുബിതക്ക് അവിടെ എന്തോ ഒരു ഉടക്കുണ്ടെന്ന് അറിയാം, പക്ഷെ ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ അത് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് സുബിത പറഞ്ഞപ്പോ തെറ്റിപ്പോയത്. സുബിത പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ സുബിത, ഓക്കെ. ഐ ആം നോട്ട് എ ഗുഡ് ബോയ്, ഞാനൊരു ഗുഡ് ബോയ് അല്ല. അപ്പൊ നമ്മൾ നോക്കുക, ഈ വാചകം ഏതാണ്? നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? നോട്ട് കിടപ്പുണ്ട്, ഇല്ല, ഗുഡ് ബോയ് അല്ല. യെസ്, അപ്പൊ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ. തന്നിരിക്കുന്ന വാചകത്തിന്റെ ഹെൽപ്പിംഗ് വെർബ് എടുക്കുക. അല്ലേ? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വാസ് വേറെ. അപ്പൊ ആമിന്റെ ഹെൽപ്പിംഗ് വെർബ് ആം എടുത്തു. പിന്നെ നോട്ട് ചേർക്കേണ്ട കാര്യമില്ല, കാരണം സെന്റൻസ് നെഗറ്റീവ് ആണ്. പിന്നെ പോസിറ്റീവ് ആയാൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ ആം ഐ എന്നാണ്. എന്റെ ആൻസർ എന്താണ്? ആം ഐ. ആം ഐ. യെസ്. ഹസീന. Hasina? Yes. Yes, sir. How are you, Hasina? I am fine. Very good, very good. Sir, Hasina, ഇപ്പൊ ഈ പറഞ്ഞ വാചകമില്ലേ, ഐ ആം നോട്ട് എ ഗുഡ് ബോയ് എന്നുള്ളതില് ആ നോട്ട് ആണ് നിങ്ങൾ കളഞ്ഞിട്ട് ഐ ആം എ ഗുഡ് ബോയ് എന്നാണ് പറയുന്നത്. ഐ ആം എ ഗുഡ് ബോയ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാഗ് എങ്ങനെ വരും? I am a good boy. ഐ ആം എ ഗുഡ് ബോയ് എന്നാണ് പറഞ്ഞെങ്കിൽ അതിന്റെ ടാഗ് എങ്ങനെ വരും? Is I. ഈസ് എവിടെ നിന്ന് കിട്ടി? ഈസ് എങ്ങനെയാണ് ഹസീനക്ക് കിട്ടിയത്? Is I am a good boy. അറിയില്ല സർ. യെസ്. ഓക്കെ. അനില പോയി. അനില,
യെസ്. ഓക്കെ. യെസ്, ലിജി പറഞ്ഞോളൂ. ഇതെങ്ങനെ വരും ലിജി? ഐ ആം എ ഗുഡ് ബോയ് എന്നാണെങ്കിൽ എങ്ങനെ വരും? ആം നോട്ട് എന്നാണ് സർ. ആം പ്ലസ് നോട്ട് ആമിന്റെ എന്നാക്കാം അല്ലെ? ആമിന്റെ ഐ എന്ന് എഴുതാം. അതാണ് ഉദ്ദേശിച്ചത് ലിജി? അത് തന്നെ. അത് തന്നെയാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ കേട്ടോ. യെസ്, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം തന്നെയാണ് ലിജി പറഞ്ഞത്. ഞാനൊരു കുഴി വീഴ്ച വെച്ചിട്ട് ലിജിനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ ലിജി കറക്റ്റ് കുഴിയിലോട്ട് ചാടുകയും ചെയ്തു. ഓക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും വക്രബുദ്ധി ഇല്ലാതെ ചിന്തിക്കുന്ന ഒരാളാണ് ലിജി. അതുകൊണ്ടാണ് ലിജി അതിൻ്റെ അകത്തോട്ട് വന്ന് പെട്ടത്. യെസ് ലിജി, അദ്ദേഹം പറയുന്നു. ഇപ്പൊ ലിജി ഇവിടെ ചിന്തിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ആം എ ഗുഡ് ബോയ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഹെൽപ്പിംഗ് വെർബ് പുറത്തേക്ക് എടുത്തു, ആം എടുത്തു. ഐ ആം എ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്, സോറി പോസിറ്റീവാണ്. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആമിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത്. അപ്പോൾ ആം പ്ലസ് നോട്ട് ആമിന്റെ ഐ എന്ന് എഴുതാന്നാണ് ലിജി വിചാരിച്ചത്. പക്ഷെ ഇങ്ങനൊരു വേർഡ് ഇംഗ്ലീഷിലില്ല. ആമിൻ്റെ എന്ന് പറഞ്ഞൊരു വേർഡ് ഇംഗ്ലീഷിലില്ല. ആമൈന്നുണ്ട്, പക്ഷെ ആമിൻ്റെ ഇല്ല. അപ്പൊ എവിടെയെല്ലാമാണോ ആമിൻ്റെ എന്ന് എഴുതേണ്ടി വരുന്നത് അവിടെയൊക്കെ ആറിന്റെ ഐ എന്ന് എഴുതിക്കൊള്ളണം. ഇതായിരുന്നു നേരത്തെ സുബിതക്ക് ഉണ്ടായ ഒരു കൺഫ്യൂഷൻ. എവിടെയാണ് ചേർക്കേണ്ടതെന്ന് എന്തോ സുബിതക്ക് അറിയാം, എവിടെയോ ഒരു കുഴപ്പമുണ്ടെന്ന് അറിയാം. അപ്പൊ ആമിൻ്റെ എന്ന് ഒരിക്കലും എഴുതരുത്. അത് എഴുതേണ്ട എല്ലാ സ്ഥലത്തും എന്ത് എഴുതിക്കൊള്ളണം? ആറിന്റെ ഐ. അപ്പൊ ഇതിന്റെ ആൻസർ ശരിക്കും ഏതാണ്? ആറിന്റെ ഐ എന്നാണ്. AREN'. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഇത് തന്നെ വരും, അല്ലെങ്കിൽ ഈ മോഡൽ വരും. അപ്പൊ എന്താണ് പ്രശ്നം? നിങ്ങൾ വെറുതെ ആമിൻ്റെ എന്നാണ് ലിജി എഴുതിയ പോലെ പറയും. അപ്പൊ ശ്രദ്ധിച്ചോളണം, ആമിൻ്റെ എന്ന് എഴുതരുത്. ഇത് ഒരു എക്സെപ്ഷണൽ കേസാണ്. യെസ്, സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ, വെരി വെരി സിമ്പിൾ. അപ്പൊ ഞാൻ പറഞ്ഞത് ക്രോഡീകരിച്ചിട്ട് നമുക്ക് എക്സസൈസിലോട്ട് പോവാം. സെന്റൻസുകളെ രണ്ടായിട്ട് നമ്മൾ വിഭജിച്ചു. പോസിറ്റീവ് ടൈപ്പ് എന്നും പറഞ്ഞു, നെഗറ്റീവ് ടൈപ്പ് എന്നും പറഞ്ഞു. എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് നമ്മൾ പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കുമെന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യെസ്, പിന്നെ ഇതിന്റെ അകത്തൊരു എക്സെപ്ഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. എക്സെപ്ഷൻ ഇതാണ്, ആമിൻ്റെ എന്നൊരിക്കലും എഴുതരുത്. അങ്ങനെ എഴുതേണ്ടി വരുന്ന എല്ലാ സ്ഥലത്തും ആമിൻ്റെ എന്നുള്ളതിന് പകരം ആറിന്റെ ഐ എന്ന് എഴുതിക്കൊള്ളണം. യെസ്, പക്ഷെ ആമൈ എന്ന് എഴുതാം, അത് കുഴപ്പമില്ല. പക്ഷെ ആമിൻ്റെ എന്ന് എഴുതരുത്, അത് ആറിന്റെ എന്ന് ആക്കണം. യെസ്, വളരെ സിമ്പിൾ അല്ലേ? ഓർത്തേക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. യെസ്, എഴുതിക്കൊള്ളും. സാർ ഡൗട്ട് ചോദിക്കട്ടെ? ആ, സാർ ഹീസ് എ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഈസ് ഇൻ ഹീ അല്ലേ ക്വസ്റ്റ്യൻ ടാഗ്? അപ്പൊ ഈ ഹീക്ക് പകരം അവിടെ നെയിം ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താ വരിക? ഹീ തന്നെയാണോ? അത് ആൺകുട്ടികളുടെ പേരാണെങ്കിൽ ഹീ എന്ന് തന്നെ ചേർക്കുക, പെൺകുട്ടികളുടെ പേരാണെങ്കിൽ ഷീ എന്ന് ചേർക്കുക. യെസ്, ഇനി അതിൻ്റെ അത് ഞാൻ ഒരെണ്ണം കൂടിയും അളവ് പറയാതിരുന്ന ഒരു സംശയം കൂടി എൻ്റെ അത് ചേർക്കാം. അവിടെ ചിലപ്പോൾ ബോയ്സ് എന്നാണ് വിചാരിക്കുക, ബോയ്സ്. അപ്പൊ ബോയ്സ് എന്നാണെങ്കിൽ എന്ത് ചേർക്കണം? ദേ ചേർക്കണം. ബോയ്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ അല്ലേ, അപ്പൊ അവിടെ ദേ ചേർക്കണം. ക്ലിയർ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. പേരാണ് വന്നിരുന്നുണ്ടെങ്കിൽ പേര് നിങ്ങൾ ജെൻഡർ നോക്കുക, ആണാണോ പെണ്ണാണോ നോക്കുക. അതനുസരിച്ച് ഹീ എന്ന് ഉപയോഗിക്കുക, ഷീ എന്ന് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദേ എന്ന് പറയാം. യെസ്, ഇനി ചില സംഗതികൾക്ക് ഇപ്പോ പൂച്ച അങ്ങനെയൊക്കെയുള്ള പേരുകൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഉപയോഗിച്ചാൽ ഇറ്റ്, ഹീ ഷീക്ക് പകരം ഇറ്റ് ഉപയോഗിക്കും. യെസ്, നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, അവിടെ നമുക്ക് ചെയ്യാം. യെസ്, എഴുതിക്കും. They are making tea. They are making tea. She will
continue her studies. She will continue her studies. They were not reading. They were not reading. Okay, എഴുതിക്കോ. മൂന്നെണ്ണുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് കോമ ഡാഷ് Sir, last They part were- sentence on the they were not reading. They were not reading. Okay, Minu. കഴിഞ്ഞോ? Yes. Very good, very good, very good. Yes. അപ്പോൾ രാജ്യലക്ഷ്മി ആദ്യത്തെ വായിച്ചു. Aren't they? They are making tea. Aren't they? Okay. Okay, okay. Correct. Aren't they? Minu Suresh. Next lesson, she will continue. Won't she? Won't she? പറയാൻ പാടില്ലാത്തവരോട് പറയുന്നത് will plus not ചെയ്യത്തില്ലേ? അപ്പോൾ വില്ലിന് ഇതല്ല, will plus not won't. WON apostrophe T. Won't she? സുബിത. Yes, sir. വായിച്ചോളൂ. They were not reading. Were they? Were they? ഇതിനെ പേടിച്ചു വേണം. കറക്റ്റ് ആണ്, ഒരു സംശയവും വേണ്ട. Yes, were they? അപ്പൊ ഈ 2 മാർക്ക് വെച്ച് 3 പേര് സ്കോർ ചെയ്തിരിക്കാൻ. അടുത്ത വാല്യൂ വേണ്ടി I am teaching English, comma dash question mark. അടുത്തത് they could 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 understand the poem. They could understand the poem. Yes. He has not KNOWN not the facts. FACTS. He has not the facts. FACTS. Okay, മൂന്നെണ്ണം സിമ്പിൾ ആണ്.
Okay, Minu? ഒന്നുകൂടി ഒന്ന് നോക്കി രാജലക്ഷ്മി. രണ്ടാമത്തെ ഓക്കെ ഓക്കെ ഓക്കെ. സർ ടൈപ്പ് ചെയ്തിടണോ? ടൈപ്പ് ചെയ്തിടണോ? വേണ്ട 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 വേണ്ട, നമുക്ക് ചോദിക്കാം. അവരിപ്പോ ആദ്യം കഴിഞ്ഞപ്പോ അവരൊന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ രശ്മി, ആദ്യം വായിച്ചോളൂ. Sir, I am teaching English, aren't I? I am teaching English, aren't I? ആറിന്റെ ഞാൻ ആറിന്റെ എന്നാണ് കേട്ടത്. സോറി സോറി സോറി. യെസ്, ഐ ആം ടീച്ച് ഇംഗ്ലീഷ്. ആറിന്റെ ഐ കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെ ഉള്ളവർ ടിക്ക് ചെയ്ത് കൊടുക്കുക. സംശയമുള്ളവർ ചോദിച്ചു കൊടുക്കുക. അളകാം, രണ്ടാമത്തെ വായിക്കും. Yes, sir. They could understand the poem. Couldn't they? കറക്റ്റ് ആൻസർ ആണ്. They could understand the poem. അപ്പൊ ഓക്സിലറി വെർബ് കുഡ് ആണ്. നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് ചെയ്ത്. അപ്പൊ കുഡിൻഡ്, കുഡിൻഡ് ദേ, കുഡിൻഡ് ദേ. യെസ്, ശുഭ അടുത്ത വായിക്കും. Hasn't. He has known the facts. Yes. Hasn't. Hasn't, H-A-S-N. Hasn't he. Hasn't he. നോട്ട് ചെയ്യുന്നുണ്ടായില്ല ശുഭ? യെസ്, ഹാസിന്റെ കൂടെ നോട്ട് പിടിച്ചാൽ he has known the facts. അടുത്തത് അവരോട് എഴുതിക്കും. They have not, they have not gone, comma, dash question mark. അടുത്തത് he had learned, L-E-A-R-N-E-D, learned Hindi. He had learned Hindi, comma, dash question mark. അടുത്തത് she boys are playing football. Boys are playing football. Yes, very good. Boys are playing football. Okay, will you? Okay, Sobida. Okay, Liji. Yes, very good, very good, very good, very good. Yes. കഴിഞ്ഞ കാണുമ്പോൾ വിശ്വസിക്കുന്നു. സിമ്പിൾ അല്ലേ? ശുഭ ജിഷ്ണു വായിക്കൂ. ഞാൻ ചോദ്യം വായിക്കാം. They have not gone. എന്ത് എഴുതിയ ആൻസർ?
സാർ എനിക്ക് ആർക്കും നോട്ട് അത് കഴിഞ്ഞ് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ അങ്ങനെയല്ല സാർ, രണ്ടാമത്തെ ഞാൻ പറയാ ഹാർഡിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നാന്ന് ഞാൻ എഴുതിയില്ല, എനിക്കത് കിട്ടിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ പറ. ഹാർഡിന്റെ കീ. ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം വായിച്ചിട്ടില്ല. ആദ്യത്തെ ചോദ്യം നമുക്ക് അനിലേക്ക് കൊടുക്കാം. യെസ്, അപ്പൊ ശുഭ രണ്ടാമത്തെ ചോദ്യമാണ്, ഇതിന്റെ ആൻസർ ആണ് പറഞ്ഞത്. ഹി ഹാഡ് ലേൺഡ് ഹിന്ദി. അപ്പൊ ഹാഡിന്റെ കീ, ഹാഡ് പ്ലസ് നോട്ട് വരുമ്പോ ഹാഡിന്റെ. അനില ആദ്യത്തെ വായിക്കും. അനില. യെസ്. ലിജി ആദ്യത്തെ വായിക്കും. They have not got. Answer have they. Have they. Correct answer ആണ് have they. ഹസീന. യെസ്. റാണി ഷാജി. Yes, sir. Boys are മൂന്നാമത്തെ വായിക്കും. തേർഡ് വൺ. boys are playing football. Aren't they? വെരി ഗുഡ്. ആറിന്റെ ദേ. ബോയ്സ് ആറിന്റെ ബോയ്സ് എന്നല്ല, ആറിന്റെ ദേ. യെസ്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്. ഇനി അതിന്റെ അടുത്ത് വേറൊരു സംഗതി കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. യെസ്, ഓക്കെ, ഗെറ്റ് റെഡി. Yes, sir. യെസ്. ഓക്കെ ഞാൻ അതിന്റെ ഒരു ചോദ്യം ചോദിച്ചാണ്. ഓക്കെ, അപ്പൊ ഹസീനെ കിട്ടിയില്ല. യെസ്, അപ്പൊ ഞാനത് റാണിക്ക് പാസ് ചെയ്തു. ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. യെസ്. അപ്പൊ നിങ്ങളുടെ ആ വൊക്കാബുലറി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് അറിയാമോന്ന് അറിയാൻ വേണ്ടിയാണ്, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഞാൻ പറയുന്ന ജീവികളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ നിങ്ങൾ പറയണം. ഞാൻ പറയുന്ന ജീവികളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഒരറ്റത്തോടെ വരാം. അത് ഇഷ്ടമുള്ള ഒരാളോട് ചോദിക്കുള്ളൂ. ചോദിച്ചിട്ട് കൈ തെറ്റിയാൽ അടുത്താക്കാണ് പാസ് ചെയ്യും കേട്ടോ. പാസ് ചെയ്യല്ല, അടുത്താക്കല്ല, ഇത് കോമൺ ആണ്, ആർക്കോണെങ്കിലും പറയാം. യെസ്. അപ്പൊ ഐ ആം ഗോയിങ് ടു ആസ്ക് യു ദ നെയിംസ് ഓഫ് ദി യങ് വൺസ്. യങ് വൺസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പേരുകൾ. രാജലക്ഷ്മി. Sir. ഓക്കെ, ചോദ്യം ഇതാണ്. ദ യങ് വൺ ഓഫ് ഡോഗ്. DOG, ഡോഗ്. Puppy. Is correct answer. Very good. ഇതാ correct answer ആണ്. Young one of dog is puppy. Minu. Yes, sir. The young one of cow. COW, cow. Cow. പശു. Cub. കമ്പ് അല്ല, ചെറിയ വ്യത്യാസം വന്നു. Colt ആണോ? അല്ല. സോറി സാർ, അറിയില്ല. ഓക്കെ. യെസ്. അപ്പോ ആൻസർ ഇസ് കാഫ് ആണ് കേട്ടോ. കമ്പ് ഉണ്ട്, അത് വേറെ ജീവിക്കണം. ഞാനത് ഏതിന്റെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അത് പറയുമ്പോൾ വേഗം അടിക്കൽ പറയും. കാഫാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വന്നത് കോൾട്ട്. സോറി. നോ പ്രോബ്ലം. സുബിത. Yes, sir. Yes, The sir. young ones of tiger. ടൈഗറിന്റെ കഫാണോ? ഉറപ്പിക്ക്. കഫ്. കാഫ്. അപ്പൊ ഇനി ഇത് കോമൺ ആണ്, ഓപ്പൺ ആയിട്ട് വിട്ടിരിക്കുന്നു. ആർക്കും പറയാം. സാറേ കബ്ബാണോ? ഇതാണ് മിന്നു. ശരി, കബ്ബ്. ടൈഗർ കുഞ്ഞാണ് കബ്ബ് കേട്ടാ. ടൈഗറും ലയണൊക്കെ കബ്ബ് തന്നെയല്ലേ? അതെ. വെറുതെ അത് പറഞ്ഞു. ഇനി എനിക്ക് അത് ചോദിക്കാൻ പറ്റുമോ? സോറി. ഓക്കെ. രശ്മി.
യെസ്. അളക. Sir. ലക്ഷ്മി വന്നു. Sir, പറഞ്ഞോ. ഓക്കെ. ദ യങ് വൺസ് ഓഫ് കങ്കാരു. ലക്ഷ്മിക്ക് നല്ലത് കിട്ടിയിരുന്നു. ദ യങ് വൺസ് ഓഫ് കങ്കാരു. Young ones of kangaroo. ജെ വരുന്ന ഒരു വാക്കാണെന്ന് അറിയാം. ഓക്കെ മീനു. ഓക്കെ, ജെ എന്നെങ്കിലും രശ്മി പറഞ്ഞപ്പോ നമുക്ക് രശ്മിയെ സംബന്ധിച്ച് കൊടുത്തു. കാരണം കറക്റ്റ് ആണ്, ജോയിങ് ആണ്. മിന്നു സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസമുണ്ട്. JOEY ആണ്. JOEY. എക്സാമിന് വന്നിരുന്നു, ഞങ്ങൾക്ക് PSC എക്സാമിന് ഉണ്ടായിരുന്നു. എന്നിട്ടാണ്. യെസ്, വെരി ഗുഡ്. യെസ്. അടുത്തത് അളക. The young ones of hen. സിമ്പിൾ ആണ്. The young ones of chick. Very good. Young ones of hen, that is called chick. Shubha wire. Yes. Anila. Yes. അനില വന്നോ? യെസ്. ഓക്കെ. അനില. ഞാൻ കൊച്ചു ഭയങ്കര ബഹളായിരുന്നു, അതാണ് ഞാൻ നേരത്തെ വരാഞ്ഞ. ഇവിടെ ചിന്തിച്ചു അറിയാതെ പോയതാ. വരുന്ന ഒരാളാണല്ലോ ഞങ്ങൾ ചിന്തിച്ചു. ഓക്കെ. കുട്ടികളെ നോക്കിക്കോ. ഒറ്റ ചോദ്യമുള്ളൂ. ദ യങ് വൺസ് ഓഫ് റാബിറ്റ്. മുയല്. റാബിറ്റ്. അറിയില്ല സാർ. യെസ്. ആർക്കെങ്കിലും പറയാം. കോമൺ. Young ones of rabbit. Kitchen. കിറ്റ് വേറെ വരും. ബണ്ണിയാണ്. യെസ്, ആൻസർ ആവുക ബണ്ണി. കേട്ടോ, BUNNY. ബണ്ണി. ഓക്കെ. ശുഭക്കാണ് അടുത്ത ചോദ്യം. ചോദിക്കട്ടെ. ശുഭ. The young ones of duck. 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 ഡക്ലിംഗ് ആണ് സർ. ഡക്ലിംഗ്. കറക്റ്റ് ആൻസർ. ഓക്കെ, ശുഭ കറക്റ്റ് ആണ്. ഡക്ക് എന്നുള്ളതിന് കുഞ്ഞിന്റെ പേര് ഡക്ലിംഗ് ആണ്. ഡക്ലിംഗ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഞാൻ കേട്ടില്ല. ഓക്കെ. അടുത്തത് റാണി. യെസ്. റാണി ഇപ്പൊ മനസ്സിൽ പറഞ്ഞത് എളുപ്പമുള്ളതിന്റെ നേരെ വന്നേ. ഇന്നലെ ഇപ്പൊ പറഞ്ഞത്. യെസ്. എനിക്ക് കിട്ടില്ല, ഞാൻ പറഞ്ഞത് അല്ല, അതാലോചിച്ചത്. കിട്ടാൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പറയേണ്ടതേ ധൈര്യമായിട്ടല്ലോ. ആർക്കും അതാണ് പറയാത്തുള്ളൂ. എനിക്കറിയാൻ പറയാ, അത് അടുത്തേ പറഞ്ഞോളൂ എന്ന് പറയാം. ഓക്കെ. The young ones of sheep. അറിയില്ല സർ. കോമൺ. ലാംബാണ് സർ. ലാംബാണ്. LAMB ആണ് കേട്ടോ. LAMP അല്ല, LAMB. ലാംബ്. യെസ്. അടുത്തത് രാജേശ്വരി. യെസ്. രാജേശ്വരി കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രാജലക്ഷ്മിയോട് ഒരു മണിപ്പോ. രാജലക്ഷ്മി. ദ യങ് വൺസ്. ഓക്കെ, രാജേശ്വരി പുറത്താണ്. ഓക്കെ. രാജേശ്വരി കുഴപ്പമില്ല. രാജലക്ഷ്മി. The young ones of donkey. അറിയില്ല സാർ, സോറി. Yes. അടുത്തത് കോമൺ. ശുഭക്ക് എല്ലാം അറിയാലോ. വെരി ഗുഡ്. പോളാണ്. FOAL. പോൾ. യെസ്. മിന്നു സുരേഷ്. യെസ് സർ. The young ones of goose. GOOSE. ഗൂസ്. അറിയുന്നതൊക്കെ പറയില്ലേ? ഗൂസോ? ഗൂസ്. നേരത്തെ ഡക്ക് പറഞ്ഞ പോലെ പറയാൻ പറ്റിയൊരു വാർത്തയാണ്. ഗൂസ്ലിംഗ് ആണോ? യെസ്. ആണോന്നല്ല, ആണ്. യെസ്, ഗൂസ്ലിംഗ്. കറക്റ്റ് ആൻസർ. സുബിത. യെസ് സർ. The young ones of pig. പിഗ്ലെറ്റ്.
Very good. Correct answer. Piglet. 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 Yes. Rashmi. Sir. Okay. Sir, ഓക്കെ ചോദ്യം പറയാൻ പോകുന്നുള്ളൂ. ഞാൻ ആദ്യം അവിടെ ഓണാക്കിയതിന് ശേഷം പറയാന്ന് വിചാരിച്ചത്. യെസ്. The young ones of frog. 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 തവള. സുവോളജി പൊട്ടയൊക്കെ പഠിച്ചാലും പെട്ടെന്ന് പറയും. Tadpole. It's a correct answer. Tadpole. 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 Yes, correct answer. ഒരു സംശയം, അത് അതിനെ ഫ്രോഗ്ലെറ്റ് എന്ന് പറയുമോ? അത് നമുക്ക് നോക്കണം. യെസ്. ഞാൻ എവിടെയോ കേട്ടപോലെ. സുവോളജി പൊട്ടയോ പഠിച്ചാലും മെയിൻ ആയിട്ട് കേട്ടിക്കണം, പക്ഷെ എവിടെയോ ഞാൻ വായിച്ചു. യെസ്. യെസ്. അത് നോക്കിട്ട് പറയാം കേട്ടോ. അളകാം. Yes, sir. The young ones of whale or dolphin. Whale or dolphin. കാഫാണോ സർ? കാഫ് ആണോ എന്നല്ല, കാഫ് ആണ്. യെസ്, കാഫ്സ്. കറക്റ്റ് ആൻസർ ആണ് കാഫ്. യെസ്. അനില ഉത്തരം പറയാറാകുമ്പോൾ ഓണാക്കിയാൽ മതി. ദ യങ് വൺസ് ഓഫ് ഡീൽ മാൻ. യെസ്. അപ്പൊ അനിലയുടെ കുട്ടി സമ്മതിക്കുന്നില്ല എന്ന് തോന്നുന്നു. അനിലയുടെ ചോദ്യം എടുത്ത് ശുഭക്ക് കൊടുക്കുകയാണ്. ശുഭ, ദ യങ് വൺസ് ഓഫ് ഡീൽ. കബ്ബല്ലേ സർ? കപ്പല്ല, വേറൊരു വീട്. എഫിൽ തുടങ്ങുന്ന വാക്കാണ്. എഫിൽ തുടങ്ങുന്ന വീടാണ്. അറിയത്തില്ലല്ലോ സർ. യെസ്, കോമൺ. കോമൺ. ഫോണാണോ സർ? യെസ്, ഫാൺ. FAWN. ഓക്കെ മിന്നു, കറക്റ്റ് ആൻസർ. രാജേശ്വരി പുറത്താണ്. രാജലക്ഷ്മി. ദ യങ്, സിമ്പിൾ ആണ്. ദ യങ് വൺസ് ഓഫ് ക്യാറ്റ്. കിച്ചൺ. യെസ്, കറക്റ്റ് ആൻസർ. രാജലക്ഷ്മിക്ക് ഭാഗ്യമാണ്, എല്ലാം എളുപ്പമുള്ളതാണ് കിട്ടും അല്ലേ. കിച്ചൺ. മിന്നു. യെസ് സർ. ദ യങ് വൺസ് ഓഫ് ഹോഴ്സ്. രണ്ട് ആൻസർ ഉണ്ട് കേട്ടോ, രണ്ട് ആൻസർ ഉണ്ട്. ലൈവ് പറഞ്ഞാൽ മതി. യങ് വൺസ് ഓഫ് ഹോഴ്സ്, കുതിര. ഹോഴ്സ് അല്ലേ? ഹോഴ്സിന്റെ ഫോൾ. പോണി ഉണ്ട്. പോണി. പോളും പോണി. PONY. ഫോൾ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ദിനു. യെസ്. സുബിത. Yes, sir. The young ones of goat. GOAT. നേരത്തെ ഷീപ്പ് ചോദിച്ചു, ഇപ്പൊ ഇത് ഗോട്ട്. Got. GOAT, ആട്. ഹോഴ്സിന്റെ മെയിലും ഫീമെയിലും ഉണ്ട് കേട്ടോ. യെസ്. The young ones. ഗോട്ടിന്റെ കാഫാണോ സാർ? കാഫല്ല. യെസ്, കോമൺ ആയിട്ട് വിട്ടേക്കാം. പറയൂ. കറക്റ്റ് ആണ്. കിഡാണ്. യെസ്. അടുത്തത് രശ്മി. Sir. The young ones of camel. Camel. നേരത്തെ പറഞ്ഞ Calf. Calf. കറക്റ്റ്. യെസ്, രശ്മി പറഞ്ഞ കറക്റ്റ് ആണ്. കാഫ് തന്നെ. അളക. Yes, sir. The young ones of elephant. The young ones of elephant. Young ones of elephants. Yes, cow. Same one. Calf തന്നെ. യെസ്. അപ്പൊ അത് കഴിഞ്ഞു. ഞാൻ വേറെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സിമ്പിൾ ആണ്. നിങ്ങളുടെ ആൻസർ എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കണം. എച്ച് എന്ന് പറഞ്ഞ അക്ഷരം. ആദ്യത്തെ ചോദ്യം രാജലക്ഷ്മിയോടാണ്. രാജലക്ഷ്മി, റെഡി? ചോദിക്കട്ടെ.
Sir, എച്ചിലാണ് ആരംഭിക്കേണ്ടത്. ഉത്തരം ആരംഭിക്കേണ്ട ലെറ്റർ എച്ചിലാണ്. എച്ച്, ഹൈറ്റ്. യെസ്. ചോദ്യം ഇതാണ്, ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്. ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്. ഗസ്റ്റ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ghost. അല്ല സോറി host ആണോ? ഹോസ്റ്റ്. ഹോസ്റ്റ്. ഹോസ്റ്റ് കറക്റ്റ് ആൻസർ ആണ്. HOST. മറ്റേത് ഗോസ്റ്റ് ആണ്. അത് ഭൂതം, പ്രേതം എന്നൊക്കെ പറയുന്നതാണ്. കറക്റ്റ് ആൻസർ ആണ് രാജലക്ഷ്മി. ആൻസർ ഗസ്റ്റ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഹോസ്റ്റ് ആണ്. അതിഥി, ആതിഥേയൻ. യെസ്. മിനു, അടുത്ത ചോദ്യം. Yes, sir. The study of cultivating garden. ഗാർഡൻ ഉണ്ടാക്കുന്ന ആ പഠനത്തിന് പറയുന്ന പേരെന്ത്? എച്ചിലാണ് തുടങ്ങുന്നത്. ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻ. റേഡിയോയിലും അതിനോടൊപ്പം തന്നെ ഈ ടി വിയിലുള്ള കൃഷിഭാഗം പരിപാടിയിൽ എപ്പോഴും ഈ വാക്ക് കയറി. യെസ്. അതിന്റെ തുമ്പത്തുണ്ട്. ഓർമ്മയില്ല സർ. യെസ്. കോമൺ. കോമൺ. Horticulture ആണ്. ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ. കറക്റ്റ്. കറക്റ്റ്. യെസ്. സുബിത. ഓക്കെ രാജലക്ഷ്മി. യെസ്. സുബിത, അടുത്ത ചോദ്യം. സിമ്പിൾ ആണ്. ഹൗ ഡസ് എ സാന്റ ലവ്? സാന്റ മീൻസ് സാന്റ ക്ലോസ്. ഹൗ ഡസ് എ സാന്റ ലവ്? എങ്ങനെയാണ് സാന്റ ക്ലോസ് ചിരിക്കുന്നത്? ഹൗ ഡസ്, അതിനൊരു ഒരു രീതിയുണ്ട്. How does Santa പറയാമെങ്കിലും laugh ചിരിക്കുക? അറിയില്ലേ സാർ? ആർക്കെങ്കിലും കോമൺ. So big hearty ho ho ho. സുബ ഇസ് എ കറക്റ്റ് ആൻസർ. HO. ഓക്കെ. അപ്പൊ ഇതിന്റെ ബാലൻസ് ഉണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ ടാഗിന്റെ ബാലൻസ് പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചോളാം. യെസ്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ക്ലോസ് ചെയ്തോട്ടെ? ശരി. Thank you so much, sir. I would like to express my deepest gratitude. Our great job, sir. Today, sir taught new chapter about question tag. Then we are also understanded how to make question tag and how we can identify positive and negative questions. So thank you, sir. Very helpful class. Thank you. Thanks to all my friends who have listened to this class. Thank you, sir. Okay, very good, Rashmi. We will meet in next class. Okay, bye. Thank you, sir.